അമ്മ, എന്ത് മോനെ? ഞാൻ സാക്ഷി ടി വിന്ന് രാജ്മോഹനാണ്. ഓ, ആ റെക്കോർഡ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പേര് ഗോപൻ മുദ്രയാണ്. ഉം. ഞങ്ങൾ വന്ന് നിങ്ങളെ കാണാനാണ്. ഓ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖം തന്നെ. സുഖം തന്നെ, സന്തോഷം തന്നെ. സന്തോഷം തന്നെ. ഒരു കുഴപ്പവും ഇല്ല. ആഹാരമൊക്കെ കഴിച്ചു ഉച്ചയ്ക്ക്? ആഹാരമൊക്കെ കഴിച്ചു. പിന്നെ ഞാനിവിടെ ആദ്യമായിട്ടല്ലമ്മ, ഞാൻ നേരത്തെ അപ്പുറത്തായിരുന്ന സമയത്തൊക്കെ 3 പ്രാവശ്യം വന്നു പോയിട്ടുണ്ട്. അമ്മമാരോടൊപ്പം ഇരുന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട്. അന്ന് അച്ഛന്മാർ 2 പേരുണ്ടായിരുന്നു അല്ലേ? അവരെല്ലാരും ഉണ്ടല്ലേ? ഇവരൊക്കെ നന്നായി അമ്മയൊക്കെ പരിരക്ഷിക്കും, നല്ലതുപോലെ നോക്കും. പിന്നെ വല്ലപ്പോഴും ഒക്കെ ഞങ്ങൾക്ക് വരാൻ സമയം കിട്ടുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് വന്ന് കാണാൻ ശ്രമിക്കാം. ഇവിടെ എങ്ങനെയൊക്കെ ഉണ്ട്? പുതിയ സ്ഥലത്തോടെ വലിയ പുതിയ ബിൽഡിങ്ങിലാണ്. അമ്മയ്ക്കൊന്നും പറയാനില്ലേ? പൊടിയങ്കച്ചേട്ടനെയും പിള്ളേരൊക്കെ കണ്ടപ്പോ എന്തുണ്ട്? സന്തോഷമായോ? സന്തോഷമായി. അത് പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടോ? അവര് നല്ലൊരു അനുഭവം. അമ്മ അമ്മ ഇനി വന്നെ അമ്മേ. പിന്നെ എന്തുണ്ട് വേറെ കാര്യങ്ങളൊക്കെ പറ, എന്തെങ്കിലുമൊക്കെ പറ, വിശേഷങ്ങളൊക്കെ പറ. ഇവരൊക്കെ നല്ലപോലെ അല്ലേ അമ്മയുടെ ഇടപെടുന്നത്? നല്ല സുഖമല്ലേ? ഒരു കുഴപ്പമില്ല. അത് പണ്ടും അങ്ങനെയായിരുന്നു, അപ്പുറത്തായിരുന്നപ്പോഴും അങ്ങനെ വന്നായിരുന്നു. ഞാൻ അവിടെ വന്നിരുന്നു. ഇവര് തന്നെ ഈ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഇത്തിരി കൂടെയൊക്കെ ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കൂടെ വന്നിരുന്നു. ചോറും ഒക്കെ കഴിച്ചിട്ടുണ്ട്. പനി വന്നോണ്ടാണ്. പൊതുവെ ഇപ്പൊ എല്ലാവർക്കും പനിയൊക്കെ, എല്ലാവർക്കും പനി ഒക്കെ തന്നെ പ്രശ്നം. കാലാവസ്ഥയുടെ പ്രശ്നങ്ങളാണ്. കാലാവസ്ഥ മോശമാണ്. ഇപ്പൊ കുറെ സമയം മഴയെങ്കിൽ കുറെ സമയം ചൂട്, പിന്നെ മഞ്ഞുണ്ട്. എന്റെ പേര് രാജ്മോഹൻ എന്ന് പറഞ്ഞില്ലേ അമ്മ? ഞാൻ പറഞ്ഞ കേട്ടില്ലായിരുന്നു അമ്മ? എന്റെ പേര് രാജ്മോഹൻ എന്നാണ്. രാഘവനല്ല, രാജ്മോഹന്. അമ്മയ്ക്ക് ഇഷ്ടമുള്ള രാഘവനെന്നോ ബാബു എന്നോ എന്ത് പേരും വിളിച്ചോ. അങ്ങനെയൊന്നും പേര് വിളിക്കണം, മക്കളെ വിളിച്ചോ. അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഞങ്ങളെ മക്കളെ വിളിക്കണം. അതാ, അതും അമ്മയുടെ ഒരു മോനാണ്. പേര് ഗോപകുമാർ. ഗോപൻ മുദ്ര എന്നറിയപ്പെടും. അദ്ദേഹവും അമ്മയുടെ ഒരു മകനായിട്ട് കണ്ടാൽ മതി. പിന്നെ വൈകിട്ടത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞോ? ഇന്ന് തിരക്കായതുകൊണ്ടായിരിക്കും. അതൊക്കെ കൊണ്ട് തരുമോ? പിന്നെ സുഖമായിട്ടിരിക്കട്ടെ. എല്ലാവിധ പ്രാർത്ഥനയും ഞങ്ങളുടെ അമ്മമാർക്കുണ്ട്. ഞങ്ങൾ ഇങ്ങനെ കൂടെ സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് സാക്ഷി വന്ന് നിങ്ങളെ കാണാം. നിങ്ങളെ ആയിട്ട് കുറച്ചേരം ഇരുന്ന് വർത്തമാനം പറയാനും സുഖവിവരങ്ങൾ തിരക്കാനും സാക്ഷി ടിവിയുടെ പ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾ എത്തിച്ചേരാൻ ശ്രമിക്കാം. സമയം കിട്ടട്ടെ. എല്ലാവിധ പ്രാർത്ഥനകളും ഞങ്ങളുടെ അമ്മമാർക്കുണ്ട് കേട്ടോ. ഞങ്ങളെ പേര് വിളിക്കരുത്, സാറേ ഇതൊന്നും വിളിക്കരുത്. ഞങ്ങളെ വിളിക്കേണ്ടത് മക്കളെ വിളിക്കണം. ആ വിളിക്കേണ്ടതാണ് ഞങ്ങൾ വരുന്നത്. ശരി അമ്മ. അമ്മ ഇന്ന് പുതിയ ആളാണല്ലേ? അമ്മയുടെ സ്ഥലം എവിടാ? ഇവിടെ ഇരിക്കുക, എന്റെ അടുത്തോട്ട് ഇരിക്കേ. ചെറിയങ്കിലാണോ അമ്മയുടെ സ്ഥലം? അമ്മ ഇന്ന് വന്നതേ ഉള്ളല്ലേ? പിന്നെ എന്തുകൊണ്ട് വിശേഷമൊക്കെ? യാത്രയൊക്കെ സുഖമായിരുന്നോ? എപ്പ എത്തി ഇവിടെ? രാവിലെ സന്തോഷമാണ് ഇവിടെ കേട്ടോ. നല്ല സുഖമാണ് ഇവിടെ, നല്ല പരിചരണമാണ്. അവര് നമ്മുടെ വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ സുഖം. ഇത് നമുക്ക് ആരുമില്ലാന്നൊരു തോന്നൽ ആദ്യം മനസ്സിൽ കളയണം, എല്ലാവരും കളയണം കേട്ടോ. ഞങ്ങളൊക്കെ നിങ്ങളെ മക്കളായിട്ട് കൂടെ ഉണ്ടാവും. സമയം കിട്ടുമ്പോഴൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ എത്തും. ശരി, വീണ്ടും കാണാം. എല്ലാ നന്മകളും നേരുന്നു. അമ്മമാർക്ക് എല്ലാവിധ ആശംസകളും. നമസ്കാരം. നമസ്കാരം. ഞാൻ അപ്പുറത്ത് അമ്മമാരെ കണ്ടപ്പോ എന്റെ പേര് പറഞ്ഞു. അപ്പൊ ഇവിടെ വന്ന് ചേട്ടന്മാരെയും മാമന്മാരെയും ഒക്കെ കാണുമ്പോൾ ഒന്നുകൂടി പേര് പറഞ്ഞേക്കാം. എന്റെ പേര് രാജ്മോഹൻ എന്നാണ്. നമ്മുടെ വീഡിയോ എടുക്കുന്ന അദ്ദേഹത്തിന്റെ പേര് ഗോപൻ മുദ്ര എന്നാണ്. ഞങ്ങൾ നിങ്ങളെ കാണാനായിട്ട് ഇങ്ങനെ വന്നതാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെ എല്ലാവരും? സുഖം തന്നെ. ആഹാരമൊക്കെ കഴിച്ചു എല്ലാവരും? അതായത് എന്താ, കഞ്ഞിയൊക്കെ ആണോ അതോ? കഞ്ഞിയല്ലേ തരുന്ന സമയം, വൈകിട്ട് കഞ്ഞിയാണെന്ന് തോന്നുന്നു അല്ലേ? രാവിലെ കാപ്പി, ഉച്ചയ്ക്കും ഓരോ ദിവസം അങ്ങനെയാണ്. അങ്ങനെ മെനു എഴുതി വെച്ചിട്ടുണ്ട്. മെനു ഞാൻ ശ്രദ്ധിച്ചില്ല.
ഇവിടെയുള്ള ആഹാരത്തിനൊക്കെ മറ്റൊരു അനാഥാലയത്തിൽ അല്ല എനിക്ക് അനുഭവസ്ഥന, ഞാൻ അനുഭവസ്ഥന. ഇതിനകത്ത് ഇദ്ദേഹത്തോടൊപ്പം ഇദ്ദേഹത്തിന് എന്നെ അറിയാം, അദ്ദേഹത്തിന് എന്നെ അറിയാം. ഈ മാമന് അത്ര ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് മാമന് അറിയാൻ വയ്യാത്തത്. പരിപാടിയില്ലാത്ത ദിവസമില്ല, പരിപാടിയില്ലാത്ത ഒരു ദിവസം മതി. ഇങ്ങനെ വന്നാൽ തന്നെ നല്ല ആഹാരം തന്നെയാണ് കിട്ടുന്നത് ഇതുവരെ. എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങള് ചിക്കൻ മിക്കവാറും ചിക്കൻ ആയിരിക്കും ഇവിടെ. ചിക്കൻ എന്ന് പറയുന്നത് മിക്കവാറും 2 ദിവസത്തിന് മുമ്പ് ചിക്കനാണ്. കാരണം അവിടെ വെളിയിൽ നിന്ന് വരുന്നത് ഒക്കെ ചിക്കൻ വയ്ക്കണമെന്ന് പറയും. ആണ്ടാണ് കൂടുതൽ വരുന്നത്. പിന്നെ ബർത്ത്ഡേ വരുന്നുണ്ട്, പിന്നെ ജന്മനാള്, ഇങ്ങനെയൊക്കെ ഉള്ള ഓരോരോ പരിപാടികൾ വരുമ്പോഴും അവര് പറയുന്ന ആവശ്യമുള്ള സാധനം ഇവിടെ വച്ച് കൊടുക്കുകയാണ്. അത് 2 അടുക്കളയ്ക്ക് 2 ജോലിക്കാരുണ്ട്, ക്ലീനിങ്ങിന് ഒരു സ്റ്റാഫുണ്ട്, അല്ലാതെ നോക്കുന്നതിന് 3 പേരുണ്ട്. ഒരു മാനേജറുണ്ട്, ഒരു അസിസ്റ്റന്റ് മാനേജറുണ്ട്, ഒരു നേഴ്സുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ ഉണ്ട്. എന്നെ സംബന്ധിച്ച് ഇതുപോലൊരു സുഖം വേറെ സ്ഥലത്ത് കിട്ടും. അല്ല, എല്ലാവരും സംബന്ധിച്ച് അതായിരിക്കും. കാരണം എനിക്കിത് വളരെ അനുഭവമുള്ള ഒരു കാര്യമാണ്. എനിക്കിത് അനുഭവം ചേട്ടൻ തന്നെ അറിയാം. കാരണം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. അല്ലല്ല, നമുക്ക് നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായം വേറെ ഒന്നുമല്ല. ഞാൻ വന്നിട്ടുണ്ട്, നിങ്ങളോടൊപ്പം ഇരുന്ന് എല്ലാവരോടൊപ്പം ഇരുന്ന് ഞാൻ ആഹാരം കഴിച്ചിട്ടുണ്ട്. എന്റെ അനുഭവം പങ്കുവച്ചിട്ടില്ലേ? ഓർമ്മയുണ്ടോ? 2 വട്ടം. കഞ്ഞിയുള്ള ദിവസമുണ്ട്. പിന്നെ ഞായറാഴ്ച എല്ലാ ദിവസവും വാരിപ്പള്ളി മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ ഹോട്ടലുകാർ ആഹാരം കൊണ്ടുവരിക. അതിൽ അപ്പം കാണും, പൊറോട്ട കാണും, ചപ്പാത്തി കാണും, ഗ്രീൻ പീസ് കറി കാണും, ബഹുവിധ സാഹിത്യമാണ് അവർ കൊണ്ടുവരും. അത് ഇപ്പൊ മെനഞ്ഞാന്ന് അവരാണ് കൊണ്ടുവരുന്നത്. ഞായറാഴ്ച എല്ലാ ദിവസവും വൈകിട്ടത്തെ ആഹാരം അവരാണ് ഓർഡർ ചെയ്യുന്നത്. പിന്നെ രാവിലെ ചില ദിവസം കഞ്ഞിയായിരിക്കും, കഞ്ഞി ചമ്മന്തി, അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതിന് മാറ്റം ഇല്ല. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മതേതര കൂട്ടുകുടുംബമായ പത്തനാപുരം ഗാന്ധി ഭവന്റെ ഒരു ശാഖാ സ്ഥാപനമാണ് ഗാന്ധി ഭവൻ സ്നേഹാശ്രമം. 2019 ജൂൺ മാസത്തിലാണ് ഈ സ്ഥാപനം ഇവിടെ ആരംഭിക്കുന്നത്. ഒരു പഴയ വീട്ടിൽ ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് ഈ സ്ഥാപനത്തിന്റെ ചെയർമാൻ ശ്രീ വി പ്രേമാനന്ദ് വില വാങ്ങി ഗാന്ധി ഭവന് സമർപ്പിച്ച 20 സെന്റ് സ്ഥലത്ത് സ്വന്തമായി ആസ്ഥാനമുണ്ടാക്കി ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. 20 വൃദ്ധജനങ്ങളാണ് ഇപ്പോ ഞങ്ങളുടെ ഈ സ്ഥാപനത്തിലുള്ളത്. പൂർണ്ണമായി അനാഥരും ആലംബഹീനരുമായ ഈ 20 അച്ഛനമ്മമാരെ വിവിധ ഗ്രാമപഞ്ചായത്തുകളും പോലീസ് അധികാരികളുമാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം കൊണ്ടാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നത്. ഒരു വൃദ്ധസദനം എന്നതിനുപരി വേളമാനൂരിന്റെ ഒരു സാംസ്കാരിക കേന്ദ്രമായി ഈ സ്ഥാപനത്തെ മാറ്റാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. കേരള ലളിതകലാ അക്കാദമിയുടെ 3 ദിവസം നീണ്ടുനിന്ന ഒരു ചിത്രകലാ ക്യാമ്പ് മെയ് മാസത്തില് ഇവിടെ നടന്നിരുന്നു. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ വെച്ച് ഒരു സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ പൂർണ്ണ അധികാരത്തിലുള്ള സൗജന്യ സ്വയം തൊഴിൽ പരിശീലനം ഈ സ്നേഹാശ്രമത്തിൽ നടന്നു വരുന്നു. 20 പെൺകുട്ടികളാണ് ആ കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഞായറാഴ്ചയും ഇവിടെ നൃത്ത പരിശീലനത്തിനുള്ള ക്ലാസ് നടന്നു വരുന്നു. അങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ ഞങ്ങളുടെ അച്ഛനമ്മമാരുടെ ശാരീരിക മാനസിക ഉല്ലാസത്തിന് ഉതകുന്ന വിവിധങ്ങളായ പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് ഈ സ്ഥാപനത്തെ ഓരോ ദിവസവും അഭിവൃദ്ധിയുടെ പാതയിലേക്ക് കൊണ്ടുപോകാനാണ് ഇതിന്റെ വികസന സമിതി ശ്രമിക്കുന്നത്. അതിന് ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ജനങ്ങളുടെയും പൂർണ്ണമായ പിന്തുണ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. തുടർന്നും നൂതനങ്ങളായ ഒട്ടനവധി പരിപാടികൾ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പരിപാടികൾ നടത്തിക്കൊണ്ട് മുന്നേറാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.